പവർ റിച്ച് മാർക്കറ്റിംഗ് എന്ന കമ്പനിയുടെ വെബ്സൈറ്റിൻ്റെ ലോഗിൻ പേജിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മൾ ലോഗിൻ ചെയ്യുകയാണ്. യൂസർ നെയിം കൊടുത്ത് നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ എൻ്റെ യൂസർ നെയിമും പാസ്വേഡും സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ടച്ച് ചെയ്തു സൈറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുകയാണ്. സൈറ്റ് ഓപ്പണായി. ഇതെൻ്റെ പ്രൊഫൈൽ പേജാണ്. പവർ റിച്ച് മാർക്കറ്റിങ്ങിൻ്റെ എൻ്റെ പ്രൊഫൈൽ പേജാണ് ഈ കാണിക്കുന്നത്. ഇതിലിപ്പോൾ എനിക്ക് മൊബൈൽ റീചാർജ് 7.24 കമ്മീഷൻ വന്നിട്ടുണ്ട്. 579 രൂപ ഐഡിയയുടെ മൊബൈൽ റീചാർജ് ചെയ്തപ്പോൾ കിട്ടിയ കമ്മീഷനാണ്. ടോട്ടൽ കമ്മീഷൻ 14.28 പക്ഷേ 7.24 എനിക്കും ബാക്കി പകുതി 7.24 എൻ്റെ മുകളിലുള്ള 20 പേർക്ക് 36 പൈസ വീതം ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ബ്രോൺസ് പ്ലാൻ ആക്റ്റീവാണ് ഇവിടെ. ഇപ്പോൾ എനിക്ക് ടോട്ടൽ കമ്മീഷൻ 226 രൂപ 27 പൈസയാണ്. അതിൽ റീജനറേഷൻ വാലറ്റിലേക്ക് 32 രൂപ 85 പൈസ പോയിട്ടുണ്ട്. 191 രൂപ 39 പൈസ എൻ്റെ വാലറ്റിൽ ഓൾറെഡി കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് 3 പേരെയാണ് ഇവിടെ റെഫർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇടത് വശത്തിട്ട് മുകളിൽ 9 ഡോട്ട് ഉണ്ട്. അതിൽ ടച്ച് ചെയ്യുമ്പോൾ മറ്റേ സെറ്റിങ്സൊക്കെ കാണിക്കുന്നതാണ്. അതിൽ മൈ അക്കൗണ്ട്, റീചാർജ് ആൻഡ് യൂട്ടിലിറ്റി, RGP വാലറ്റ്, RGP ആക്ടിവേഷൻ, RGP ട്രാൻസാക്ഷൻ, RGP ടീം വ്യൂ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട മെനുവൊക്കെയാണ് കാണിക്കുന്നത്. ഇതിലിപ്പോൾ RGP വാലറ്റ് ഞാൻ ടച്ച് ചെയ്യുകയാണ്. ആഡ് ഫണ്ട് റിക്വസ്റ്റ്, ആഡ് ഫണ്ട് ഹിസ്റ്ററി, ഇൻ്റർചേഞ്ച് ഹിസ്റ്ററി, വിഡ്രോവൽ ഹിസ്റ്ററി, അങ്ങനെയാണ് RGP വാലറ്റിൽ കാണിക്കുന്നത്. ഇതിലിപ്പോൾ നമ്മൾ ഇത് ഏറ്റവും മുകളിൽ RGP വാലറ്റ് ഏറ്റവും മുകളിൽ ആഡ് ഫണ്ട് റിക്വസ്റ്റിലാണ് ഞാൻ ഇപ്പോൾ ടച്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആഡ് ഫണ്ട് റിക്വസ്റ്റ് പേജാണ് കാണിക്കുന്നത്. ഇതിൽ എൻ്റർ എമൗണ്ട് കൊടുക്കാനുള്ളൊരു കോളമുണ്ട്. നമ്മൾ ആ കോളത്തിൽ എൻ്റർ എമൗണ്ട് കൊടുക്കാം. നമുക്ക് എത്ര രൂപക്കാണ് ആ ഫണ്ട് ആഡ് ചെയ്യേണ്ടത് എത്ര വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇതിൽ ഫണ്ട് ആഡ് ചെയ്യുന്നത് ഇതിൽ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഫോൺ നമ്പറുണ്ട്. 9360172000 ഈ നമ്പർ ഈ കമ്പനിയുടെ MD ആയിട്ടുള്ള നാച്ചപ്പൻ സാറിൻ്റെയാണ്. അപ്പോൾ നമ്മൾ അതിനു മുൻപായിട്ട് തന്നെ ഈ നമ്പറിലേക്ക് സേവ് ചെയ്ത് ഗൂഗിൾ പേയിൽ ഈ നമ്പർ എടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ട എമൗണ്ട്, ഇപ്പോൾ നമ്മൾക്കൊരു മൊബൈൽ റീചാർജ് ചെയ്യാനാണെങ്കിൽ 579 രൂപയാണെങ്കിൽ 579 രൂപ പേ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ എടുത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ എമൗണ്ട് 579 കൊടുത്തു ഒരു മൊബൈൽ റീചാർജ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് വോഡാഫോണിൻ്റെ മൊബൈൽ റീചാർജിൻ്റെ ലെറ്റർ നമ്മൾ ആഡ് ഫണ്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമ്മൾ എത്ര രൂപയാണോ ആഡ് ചെയ്യുന്നത് അത്. ഇപ്പോൾ നമ്മൾ 579 രൂപയുടെ ഒരു പ്ലാൻ ആക്ടിവേഷൻ ചെയ്യാനായിട്ട് മൊബൈൽ റീചാർജ് ചെയ്യാനായിട്ടാണ് നമ്മൾ 579 രൂപയിൽ കൊടുത്തിട്ട് ആ എൻ്റെ ട്രാൻസാക്ഷൻ നമ്പറുണ്ട്. ഈ ഗൂഗിൾ പേ ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ നമ്പറിൽ കാണിക്കും ഒരു 12 അക്ക നമ്പർ ഉണ്ടാവും. അത് ഈ ട്രാൻസാക്ഷൻ നമ്പർ എന്നുള്ള കോളത്തിൽ അടിച്ചിട്ട് ഫയൽ ചൂസ് ചെയ്യുമ്പോൾ ചൂസ് ഫയൽ താഴെ കൊടുക്കുമ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ആ പേജിൽ ലോഡാവുകയും സബ്മിറ്റ് കൊടുക്കുകയും ചെയ്യാൽ നമുക്ക് ഇതിനകത്ത് ഇത് അപ്രൂവായി വരും. ഇനി അപ്രൂവായി വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ തിരിച്ച് ബാലറ്റ് പോയിട്ട് ആഡ് ഫണ്ട് ഹിസ്റ്ററി നോക്കുകയാണ്. RGP വാലറ്റിൽ ആഡ് ഫണ്ട് ഹിസ്റ്ററി നോക്കുകയാണ്. ഇപ്പം ഞാൻ നിലവിൽ 5 തവണ ഫണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹിസ്റ്ററിയിലൂടെ കിടക്കും. ഞാൻ ലാസ്റ്റ് ചെയ്താണ് 579. അത് മൊബൈൽ റീചാർജ് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ്. അത് അപ്രൂവ്ഡായി ഇവിടെ വന്നു. ഇത് നമ്മൾ കൊടുത്ത് അപ്പം തന്നെ അപ്രൂവ്ഡ് ആവില്ല, പെൻഡിങ് കാണിക്കും. അവർ അപ്രൂവ് ചെയ്യുമ്പോൾ ഇവിടെ അപ്രൂവ്ഡ് എന്ന് കാണിച്ചില്ല. ഓൾറെഡി പൈസ നമ്മളുടെ ആക്ടിവേഷൻ വാലറ്റിൽ വന്നിട്ടുണ്ടാവും. ഇപ്പം ഞാൻ 4 പേരെ ആഡ് ചെയ്യാനായിട്ടാണ് പൈസ കൊടുത്തത്. പിന്നെ ലാസ്റ്റത്തെ മൊബൈൽ റീചാർജിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഇനി ആ പൈസ നമുക്ക് റീചാർജ് ചെയ്യണമെങ്കിൽ ഇവിടെ മുകളിൽ റീചാർജ് ആൻഡ് യൂട്ടിലിറ്റി, ന്യൂ റീചാർജ്, ഇതിലിപ്പോൾ ആക്ടിവേഷൻ ബാലൻസിൽ 1 രൂപ കിടപ്പുണ്ട്, ബാലൻസ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പ്രീപെയ്ഡ് റീചാർജ് എടുത്തു. സർവീസ് പ്രൊവൈഡർ VI, എൻ്റർ എമൗണ്ട്, എൻ്റർ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തു. എൻ്റർ എമൗണ്ട് അടിച്ചു കൊടുത്തു. ട്രാൻസാക്ഷൻ പാസ്വേഡ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഈ സൈറ്റ് നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ട്രാൻസാക്ഷൻ പാസ്വേഡും. ആ ട്രാൻസാക്ഷൻ പാസ്വേഡ് അടിച്ചിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുത്താൽ
ഈ മൊബൈലിൽ ആ നമ്പറിൽ ആ പ്ലാൻ റീചാർജ് ആവും. അങ്ങനെയാണ് മൊബൈൽ റീചാർജ് ചെയ്യുന്നത്.